അപ്പൊ ശരിക്കും വിദ്യയുടെ അടുത്ത് എങ്ങനെയായിരുന്നു? ഇതുപോലെ തന്നെയായിരുന്നു അമ്മ? കാരണം 11 വർഷത്തിന് ശേഷമാണല്ലോ വിദ്യ ഉണ്ടാവുന്നത്. അപ്പൊ എങ്ങനെയായിരുന്നു രണ്ടുപേരോടും ഉള്ളൊരു? ഇതേപോലെയൊക്കെ തന്നെയാണ്. അമ്മ രണ്ടുപേരുടെ അടുത്തും ഒരേപോലെ തന്നെയായിരുന്നു. വിദ്യ അതുപോലെയായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. അല്ല, ഞാൻ ചോദിക്കട്ടെ ദിവ്യ, ഇപ്പൊ വിദ്യ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കാണണം എന്നൊക്കെ വിചാരിച്ചു വന്നത്. അപ്പം എന്തുകൊണ്ടാണ് വിദ്യ സിനിമ പിന്നെ തുടരാതിരുന്നത്? എന്താണ്? പഠിക്കുന്നറിയാം കേട്ടോ, എനിക്ക് എൻ്റെ ഹോസ്റ്റലിലൊക്കെ കുട്ടികൾ വിദ്യയുടെ ക്ലാസ്മേറ്റിൽ അവരുടെ ചേച്ചിമാരൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പറയും ഭയങ്കരമായിട്ട് പഠിക്കും എന്ന് പറയുന്നത് കേൾക്കാം. അപ്പോൾ എന്തുകൊണ്ടാണ് പിന്നെ സിനിമ എന്നൊരു മുന്നോട്ടങ്ങനെ? ഇല്ല, വിദ്യ നായികയായിട്ട് തന്നെയാണല്ലോ നായികയായിട്ട് ചെയ്തു. ഡോക്ടർ ലവ് ചെയ്തു, 3G ചെയ്തു. അതിനുശേഷം ഒരുപാട് ചാനലിൽ ഇങ്ങനെ ആങ്കറിങ് ചെയ്തിരുന്നു. അതെ അതെ. അപ്പൊ അതും എഞ്ചിനീയറിങ് ചെയ്യുന്ന സമയത്തായിരുന്നു. അപ്പൊ അതൊരു സ്കെഡ്യൂളായിട്ട് ഇങ്ങനെ കോളേജിൽ നിന്ന് വരുന്നു, ഇതിന്റെ വർക്ക് ചെയ്യുന്നു, പോകുന്നു. അങ്ങനെ അതിനുശേഷം പ്ലേസ്മെന്റ് കിട്ടി, ജോലി കിട്ടിയപ്പോൾ നമ്മൾ അത് പ്രയോറിറ്റൈസ് ചെയ്തു. കാരണം അപ്പൊ അതിനുവേണ്ടി ഹോങ്കോങ്ങിലായിരുന്നു ആദ്യം, പിന്നെ ഇപ്പൊ സിംഗപ്പൂരാണ്. അതെ, ശരിക്കും വിദ്യക്ക് ദിവ്യ ഒരു അമ്മയെ പോലെ ആയിരുന്നു അല്ലേ? ഈ അമ്മയുടെ കൂട്ടത്തെ സ്ട്രിക്ട്നെസ് ഒക്കെ ഉള്ള അമ്മ. ഇതും ഇവരോടൊന്നും ക്രോസ് ക്വസ്റ്റ്യൻ ചെയ്യില്ലെങ്കിൽ ഇതൊക്കെ ഞാൻ ഉത്തരവോ എല്ലാ ഉത്തരങ്ങൾക്കും അങ്ങനെ ഒരു കാര്യം കൂടെ അടിയിൽ നമ്മൾ എഴുതി കാണിക്കുന്നുണ്ട്. ഇവരുടെ വേർഷൻ ചോദിക്കരുത്. അത് ഇപ്പൊ ചോദിക്കൂല, പിന്നെ എപ്പോഴല്ലേ ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയേ ഒരിക്കലും അല്ല, ഞാൻ സ്ട്രിക്റ്റ് ആയിട്ടുള്ള അങ്ങനെ സ്ട്രിക്റ്റേ ആയിരുന്നില്ല, വളരെ കാമായിരുന്നു. അതൊക്കെ അങ്ങനെയാണ്. ഇനി ചോദിക്കുമെങ്കിൽ ഞാൻ ചോദിക്കും, സത്യം പറയാം. അപ്പൊ നമുക്ക് ഇങ്ങനെ തമ്പ കൊടുക്കാം, ദിവ്യ ഉണ്ണി സത്യങ്ങൾ വെളിപ്പെടുത്തും. ഇല്ല, ഞാന് അങ്ങനെ ഭയങ്കര ബഹളം അങ്ങനെയൊന്നുമില്ല. ഇപ്പോഴും ഇപ്പൊ വിദ്യ വരുമ്പോൾ പറയും, രാവിലെ ക്ലാസ് ഉണ്ട് അപ്പൊ എഴുന്നേക്കും, പിന്നെ അമ്പലത്തിൽ പോവും. അപ്പോ അമ്മ പറയാ, ചേച്ചി അമ്പലത്തിൽ പോയി, ചേച്ചി കുളിച്ച് അമ്പലത്തിൽ പോയി, ചേച്ചി ഇത് ചെയ്തു. അപ്പോ വിദ്യ പറയുന്നത് എന്താ ഇത് വന്ന് കിടന്നുറങ്ങിക്കൂടി. അപ്പോഴും ഇതെങ്ങനെ തന്നെയായിരുന്നു, ഇപ്പോഴും ഇങ്ങനെ തന്നെയായിരുന്നു, ഒരു ഇമ്പ്രൂവ്മെന്റ്. അന്നും ഈ എന്താ താരതമ്യപ്പെടുത്തൽ കുറെ ആള് കേട്ടിട്ടുണ്ടാവും. അതെ അതെ അതെ. നിങ്ങൾ എന്താ ഇത്ര ഇങ്ങനെ ഡിസിപ്ലിൻഡ് ആയിട്ട്? അങ്ങനെ പറയാം. അതുപോലെ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ് വന്ന് കിടന്നിട്ട് പിന്നെ രാവിലെ അസംബ്ലിക്ക് മുമ്പ് സ്കൂളിലെത്തും നമ്മള്. കാരണം സ്കൂളില് അസംബ്ലിക്ക് മുമ്പ് എത്തിയില്ലെങ്കിൽ അമ്മ പറയും, അമ്മയാണ് ഡിസിപ്ലിൻ കമ്മിറ്റി. അപ്പം അമ്മ പറയും, ഇനി അവിടെ നിന്നിട്ട് ഞാൻ തന്നെ ഉത്തരം പറയൊന്നുമില്ല. അവിടെ ആരെങ്കിലും എന്താണ് ലേറ്റായെന്നൊക്കെ ചോദിച്ചാൽ അമ്മ അവിടെ. മീനാക്ഷിയുടെ ഐശ്വര്യയുടെ ഒക്കെ കാര്യമാണ് ഞാനിത് കേൾക്കുമ്പോൾ ആലോചിക്കുന്നത്. എൻ്റെ അമ്മേ, പാവം കുഞ്ഞുങ്ങള് ഇത്രയും ഡിസിപ്ലിൻ ആയിട്ടുള്ള ഒരു അമ്മ എങ്ങനെയായിരിക്കും എനിക്ക് ഊഹിക്കാം. ഇല്ല, പക്ഷെ അവരുടെ സ്ഥിരം ഡയലോഗ് എന്താണെന്നറിയോ? ഐശ്വര്യ, മീന, യാ അമ്മമ്മ വാസ് ലൈക്ക് ദാറ്റ്. അതല്ലേ, അതിപ്പോ അവര് എന്നോട് പറഞ്ഞു തുടങ്ങി. യുനോ ഇഫ് ദിസ് വാസ് അമ്മമ്മ, ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ തുടങ്ങണം. ഇപ്പൊ അമ്മമ്മയുടെ അടുത്താ ഇങ്ങനെ കാണിച്ചിരുന്നെങ്കിലുണ്ടല്ലോ എന്ത് ചെയ്യുന്ന അറിയോ? അപ്പൊ ഇപ്പോഴൊക്കെ അവര് പറയും, ഞങ്ങൾക്ക് അറിയാം, ആ കഥയല്ലേ അറിയാം, കേട്ട് കേട്ട് മറ്റേ സ്ഥിരം കേട്ട് കേട്ട് പഠിച്ചു മാറ്റി പിടിക്കണം എന്തെങ്കിലും. അതെ.